ഓൾമോസ്റ്റ് എല്ലാവരുടെയും ചിന്തകളായിരിക്കും അല്ലേ? എനിക്കൊരു കഴിവുമില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെയുള്ളത്. എനിക്കും ഈ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ടൈം വരെ ഉണ്ടായിരുന്നു, ഞാനൊരു വേസ്റ്റ് ആണല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ എന്ന് ഞാൻ കാരണം എനിക്കങ്ങനെ എടുത്തു പറയത്തക്ക ഒരു കഴിവുള്ളതായിട്ട് എനിക്കൊരു ടൈം വരെ ഒന്നും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് പല പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായി തുടങ്ങി. ഞാൻ നല്ലൊരു വൈഫല്ല, നല്ലൊരു അമ്മയല്ല, അങ്ങനെ പല പല ചിന്തകൾ. ഞാൻ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഒരു തോട്ട് വന്ന് ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ വായനയാണ്. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ആൾക്കാരെക്കുറിച്ച്, കൂടുതൽ ഓതേഴ്സിനെ കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു കഴിവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എഴുതാനൊരു കഴിവുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഈ നാടകത്തിനൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മറന്നു പോയതായിരുന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതാൻ തുടങ്ങി. ഞാൻ എഴുതി തുടങ്ങുന്നതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങിയ സമയത്ത് മുതൽ ഇന്ന് വരെ ഞാൻ ആ എഴുത്തിൽ നിന്നാണ് എൻ്റെ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഫുൾ ഏണിങ്സും എനിക്ക് ഞാൻ ഒന്നുമില്ല എന്ന് കരുതുന്ന എൻ്റെ ആ ഒരു പാഷനിൽ നിന്നും ഞാൻ സ്വന്തമാക്കിയതാണ്. അതേപോലെ നമ്മുടെ പാഷനിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് നമ്മുടെ കഴിവെന്ന് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നോക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊരു കഴിവുണ്ടാകും. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഒട്ടും താമസിക്കേണ്ട, നിങ്ങളും ആലോചിച്ചു നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കഴിവ്.